വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17-ാം തിരുവചനം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ വന്നത്. ആകയാൽ നമുക്ക് ന്യായപ്രമാണത്തെ ഒന്ന് നോക്കാം. ലോകപ്രസിദ്ധമായ 10 കൽപ്പന അടങ്ങുന്ന പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളതായ വചനങ്ങൾ. ദൈവം ഈ വചനങ്ങളൊക്കെ അരുളി ചെയ്തു. അടിമ വീടായ മിസ്രൈം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായി ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അതെ, ഇന്നത്തോടുള്ള ബന്ധത്തിൽ ഈ വചനം നമ്മളോട് എന്ത് സംസാരിക്കുന്നു? പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുത്ത നമ്മുടെ ദൈവമായ കർത്താവല്ലാതെ മറ്റൊരു ദൈവം ഒരു ക്രിസ്ത്യാനിക്കുണ്ടാകരുത്. എപ്പോഴാണ് ഒരു ക്രിസ്ത്യാനിക്ക് മറ്റൊരു ദൈവം ഉണ്ടാകുന്നത്? നമ്മളൊക്കെയും നമ്മളെ ഉണ്ടാക്കിയ ദൈവത്തെ, നമ്മളെ വീണ്ടെടുത്ത ദൈവത്തെയാണ് സേവിക്കുന്നത്, അല്ലാതെ മനുഷ്യനിർമ്മിതമായ ദൈവങ്ങളെയല്ല സേവിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ അറിയാതെ പലപ്പോഴും ക്രിസ്ത്യാനികൾ ഈ വിഗ്രഹാരാധനയിലേക്ക്, മിഥ്യാസേവയിലേക്ക് തിരിയുന്ന ഒരു നിലപാടുണ്ട്. അതെങ്ങനെയാണ്? ആവർത്തന പുസ്തകം 28-ാം അധ്യായം 14-ാം തിരുവചനം. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ അന്യദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ തിരിയരുത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മൾ അനുസരിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന, മനുഷ്യർ ചെറുതും വലുതുമെന്ന് പറയും, ചെറുതും വലുതുമായ ഏത് കൽപ്പനയാകട്ടെ, വചനമാകട്ടെ, നമ്മൾ മനഃപൂർവ്വമായി ലംഘിക്കുമ്പോൾ നാം അറിയാതെ തന്നെ പൈശാചികതയുടെ, മിഥ്യയുടെ, സാത്താൻ്റെ പുറകിൽ കൂടുകയാണ്. ഒരു വചനം തന്നെ ഞാൻ പറയാം. നമ്മൾ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണമെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ, ഈ ലോകത്തിലെ മണ്ണെ പ്രതി അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതികമായ ചില വസ്തുവകൾ, സ്ഥാനമാനങ്ങൾ, കുടുംബ ഓഹരി, മറ്റെന്തുമാകട്ടെ, ഏതിനെ പ്രതിയെങ്കിലും നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ നമ്മൾ വാസ്തവമായിട്ടും സ്നേഹസ്വരൂപനായ യേശുക്രിസ്തുവിൻ്റെ പാതകളെയല്ല, പിന്നെ പിശാചിൻ്റെ പാതകളെയാണ്, രക്തദാഗിയായ പിശാചിൻ്റെ പാതകളെയാണ് അനുഗമിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ നേരിട്ട് അന്ധകാരത്തെ, പിശാചിനെ നമസ്കരിക്കേണ്ട, വചനലംഘനത്തിലൂടെ നമ്മൾ നമസ്കരിക്കുകയാണ്. ദ്രവ്യാഗ്രഹം, വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം, മത്സരം, ആഭിചാരം പോലെയും ശാഠ്യം, മിഥ്യാപൂജ പോലെയും വിഗ്രഹ ആരാധന പോലെയാകും. ആകയാൽ വചനലംഘികളായി, വിഗ്രഹാരാധികളായി തീരാതെ ദൈവത്തെ അനുസരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.